കവടിയാർ കൊട്ടാരത്തിൽ നടന്ന വൻ മോഷണത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് അന്വേഷിക്കുവാൻ പ്രത്യേക സംഘത്തെ രൂപീകരിക്കും. ഏകദേശം 2 കോടി രൂപ വിലമതിക്കുന്ന അമൂല്യ രത്നങ്ങളും സ്വർണ്ണാഭരണങ്ങളുമാണ് കൊട്ടാരത്തിൽ നിന്ന് നഷ്ടപ്പെട്ടത്. സൈബർ സെല്ലും വിരലടയാള വിദഗ്ധരും കൊട്ടാരത്തിലെത്തി പ്രാഥമിക പരിശോധനകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. പിച്ചിപ്പൂമൊട്ട് മാതൃകയിലുള്ള സ്വർണ്ണ പാദസരം, നാഗപ്പട, കമ്മൽ, മാല എന്നിവ ഉൾപ്പെടെ 12ഓളം ഇനം ആഭരണങ്ങളാണ് മോഷണം പോയത്. 2025 ഒക്ടോബർ നവംബർ മാസങ്ങൾക്കിടയിലാണ് കവർച്ച നടന്നതെന്നാണ് സൂചന. നവംബറിൽ ബംഗളൂരുവിലേക്ക് പോകുവാനായി അലമാര തുറന്നപ്പോഴാണ് ആഭരണങ്ങൾ നഷ്ടപ്പെട്ട വിവരം ആദ്യമായി ശ്രദ്ധയിൽപ്പെടുന്നത്. പുറത്തുനിന്നുള്ള ആരോ കൊട്ടാരത്തിൽ അതിക്രമിച്ചു കയറി മോഷണം നടത്തിയെന്നാണ് സംശയിക്കുന്നത്. ആഭരണങ്ങൾ നഷ്ടപ്പെട്ട വിവരം നേരത്തെ അറിഞ്ഞിരുന്നെങ്കിലും കൊട്ടാരത്തിനുള്ളിൽ തന്നെ എവിടെയെങ്കിലും കാണുമെന്ന പ്രതീക്ഷയിലാണ് പരാതി നൽകാൻ വൈകിയതെന്നാണ് കൊട്ടാര അധികൃതർ വിശദീകരിക്കുന്നത്. എന്നാൽ വിശദമായ തിരച്ചിലിന് ശേഷവും ആഭരണങ്ങൾ കണ്ടെത്താനാകാത്ത സാഹചര്യത്തിലാണ് പോലീസിനെ സമീപിച്ചത്. അതീവ സുരക്ഷാ മേഖലയായ കവടിയാറിൽ നടന്ന ഈ കവർച്ച പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് പിന്നാലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി CPIയും രംഗത്ത് വന്നു. സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ് സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടത്. സ്ഥാനാർത്ഥി പട്ടിക നെടുമങ്ങാട് GR അനിൽ, ചിറയൻകീഴ് മനോജ് P ഇടമന, ചടയമംഗലം J ചിഞ്ചുറാണി, പുനലൂർ അജയ് പ്രസാദ്, ചാത്തന്നൂർ R രാജേന്ദ്രൻ, കരുനാഗപ്പള്ളി MS താര, അടൂർ പ്രിജി കണ്ണൻ, ഹരിപ്പാട് TT ജിസ്മോൻ, ചേർത്തല P പ്രസാദ്, വൈക്കം P പ്രദീപ്, പീരുമേട് സലീം കുമാർ, നോർത്ത് പറവൂർ ED ടൈസൺ മാസ്റ്റർ, മൂവാറ്റുപുഴ N അരുൺ, കൊടുങ്ങല്ലൂർ VR സുനിൽകുമാർ, ഒല്ലൂർ K രാജൻ, കയ്പമംഗലം KK വത്സരാജ്, തൃശൂർ ആലങ്കോട് ലീലാകൃഷ്ണൻ, നാട്ടിക ഗീതാ ഗോപി, പട്ടാമ്പി മുഹമ്മദ് മുഹ്സിൻ, മണ്ണാർക്കാട് മൻസിൽ അബൂബക്കർ, തിരൂരങ്ങാടി അജിത് കൊളാടി, ഏറനാട് ഷഫീർ കിഴിശ്ശേരി, മഞ്ചേരി അനു മുസ്തഫ, നാദപുരം P വസന്തം, കാഞ്ഞങ്ങാട് ഗോവിന്ദൻ, പള്ളിക്കാപ്പിൽ തുടങ്ങിയവരാണ് ജനവിധി തേടുന്നത്. ഈ സർക്കാർ 1000 ബാറുകൾ അനുവദിച്ചുവെന്ന ആരോപണം ശരിയല്ലെന്നും കേരളത്തിലെ ആകെ മദ്യശാലകളുടെ എണ്ണം 1442 ആണെന്നും എക്സൈസ് മന്ത്രി MB രാജേഷ്. തന്റെ വാദം ന്യായീകരിക്കാൻ കേരളത്തിന്റെ പല മടങ്ങ് വലിപ്പമുള്ള സംസ്ഥാനങ്ങളെ മന്ത്രി കൂട്ടുപിടിക്കുകയും ചെയ്തു. കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ 5600ഓളം മദ്യശാലകൾ ഉണ്ടെന്നാണ് മന്ത്രി പറയുന്നത്. തെലങ്കാനയിൽ 600-ലധികമുണ്ടെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. മദ്യശാലകളുടെ പ്രവർത്തന സമയം വർദ്ധിപ്പിച്ചത് ഇന്ത്യയിലുടനീളമുള്ള സമയക്രമവുമായി പൊരുത്തപ്പെടുന്ന രീതിയിലാണെന്ന് മന്ത്രി വിശദീകരിച്ചു. ടൂറിസം മേഖലകളിൽ നേരത്തെ തന്നെ നിലവിലുണ്ടായിരുന്ന സമയക്രമം മറ്റു പ്രദേശങ്ങളിലേക്ക് കൂടി വ്യാപിക്കുകയാണ് ചെയ്തത്. ബംഗളൂരുവിൽ പുലർച്ചെ 1 മണിവരെയും തമിഴ്നാട്ടിലെ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ 24 മണിക്കൂറും മദ്യലഭ്യതയുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. മാറുന്ന സാമൂഹിക യാഥാർത്ഥ്യങ്ങളും ടൂറിസം ഉൾപ്പെടെയുള്ള മേഖലകളുടെ വളർച്ചയും പരിഗണിച്ച് നിയന്ത്രണങ്ങളിൽ പ്രായോഗികമായ മാറ്റങ്ങൾ വരുത്തുവാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഇറാനും US, ഇസ്രയേലും തമ്മിലുള്ള വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങൾ ലോകം ഉറ്റുനോക്കുകയാണ്. ഈ സംഘർഷം ഇന്ത്യയും ബാധിച്ചിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ വിദേശകാര്യമന്ത്രി S ജയശങ്കർ സൗദി അറേബ്യയുടെയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെയും വിദേശകാര്യ മന്ത്രിമാരുമായി പശ്ചിമേഷ്യയിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിന്റെ വിവിധ വശങ്ങൾ ചർച്ച ചെയ്തു. ഞായറാഴ്ച ബ്രസൽസിൽ സൈപ്രസ് വിദേശകാര്യമന്ത്രി കോൺസ്റ്റന്റിനോസ് കോംബോസുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. സംഭാഷണത്തിൽ അദ്ദേഹം സന്തോഷം പ്രകടിപ്പിച്ചു. തുടർന്ന് തന്റെ X അക്കൌണ്ടിൽ അദ്ദേഹം ചർച്ചയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചു. സൈപ്രസ് വിദേശകാര്യമന്ത്രിയുമായുള്ള സംഭാഷണത്തിൽ തങ്ങളുടെ തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള വഴികൾ ചർച്ച ചെയ്യുകയും പശ്ചിമേഷ്യയിലെ സാഹചര്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ കൈമാറുകയും ചെയ്തു. യൂറോപ്യൻ യൂണിയൻ കൌൺസിലിന്റെ അധ്യക്ഷതയിൽ യൂറോപ്യൻ യൂണിയൻ ഇന്ത്യ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ സൈപ്രസിന്റെ പിന്തുണയെ ഞാൻ അഭിനന്ദിക്കുന്നു. ജയശങ്കർ Xലെ ഒരു പോസ്റ്റിൽ പ്രതികരിച്ചു. അതേസമയം ഇറാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിനിടയിൽ വിദേശകാര്യമന്ത്രി S ജയശങ്കർ ശനിയാഴ്ച രാത്രി UAE വിദേശകാര്യമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹ്യാനുമായും സൗദി അറേബ്യൻ വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാനുമായും ഫോണിൽ സംസാരിച്ചു. ഒഡീഷയിലെ കട്ടക്കിലുള്ള SBB മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ട്രോമ കെയർ സെന്ററിൽ തിങ്കളാഴ്ച പുലർച്ചെ ഉണ്ടായ വൻ തീപിടുത്തത്തിൽ 10 പേർ മരിച്ചു. രോഗികളെ സുരക്ഷിത സ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്നതിനിടെ 11ഓളം ആശുപത്രി ജീവനക്കാർക്കും പൊള്ളലേറ്റു. പുലർച്ചെ 3 നിലയിൽ ആശുപത്രിയിലെ ട്രോമ കെയർ വിഭാഗത്തിന്റെ 1ാം തീപിടുത്തമുണ്ടായത്. മരിച്ചവരിൽ ഭൂരിഭാഗവും ട്രോമ കെയർ ICUവിൽ രോഗികളായതായി റിപ്പോർട്ട്. തീപിടുത്തമുണ്ടായ ഉടൻ തന്നെ ആശുപത്രിയിലെ അഗ്നിസുരക്ഷാ സംവിധാനം സജീവമാക്കി. ആശുപത്രിയിലെ അഗ്നിശമന വിഭാഗം അടിയന്തര നടപടികൾ ആരംഭിച്ചു. തീ നിയന്ത്രണ വിധേയമാക്കുവാൻ 3 ഫയർ എഞ്ചിനുകൾ ഉടൻ തന്നെ എത്തി നിയന്ത്രണ വിധേയമാക്കുവാൻ ശ്രമിച്ചു. ഈ സമയത്ത് ആശുപത്രിക്കുള്ളിൽ ഒരു ഭീതി നിറഞ്ഞ അന്തരീക്ഷമാണ് നിലനിന്നത്. സാഹചര്യം കണക്കിലെടുത്ത് ആശുപത്രി ജീവനക്കാരും പോലീസും രോഗികളുടെ സഹായികളും ചേർന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ICUവിൽ ചികിത്സയിലാർന്ന രോഗികളെ രക്ഷപ്പെടുത്തി. ആശുപത്രിയുടെ മറ്റു വകുപ്പുകളിലേക്കും മാറ്റി.
ഗുരുതരാവസ്ഥയിലായ രോഗികളെ ആശുപത്രിയിലെ ന്യൂ മെഡിസിൻ ഐസിയുവിലേക്ക് മാറ്റി. അതേസമയം തന്നെ വാർത്ത അറിഞ്ഞ ഉടനെ ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജിയും ആരോഗ്യമന്ത്രി മുകേഷ് മഹാലിംഗും ആശുപത്രിയിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിലുള്ള രോഗികളെ കാണുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തു. SCB മെഡിക്കൽ കോളേജ് ആശുപത്രി ഷോർട്ട് സർക്യൂട്ട് മൂലമാണ് വലിയ തീപിടുത്തമുണ്ടായതെന്ന് മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഇത് ട്രോമ കെയർ ഐസിയുവിനെയും തൊട്ടടുത്തുള്ള ICUവിനെയും വാർഡുകളെയും ബാധിച്ചതായും അദ്ദേഹം പറഞ്ഞു. ആകെ 23 രോഗികളെ മറ്റു വകുപ്പുകളിലേക്ക് മാറ്റി. ഗുരുതരമായ 7 രോഗികൾ മറ്റ് ICUകളിലേക്കും വാർഡുകളിലേക്കും മാറ്റുന്നതിനിടെ മരിച്ചു. മറ്റു 3 പേർ പിന്നീട് മരിച്ചുവെന്നും മാജി വ്യക്തമാക്കി. ഹോർമൂസ് കടലിടുക്കിൽ നിന്ന് വരുന്ന ഇന്ത്യയുടെ എണ്ണക്കപ്പലുകളുടെ സുരക്ഷ ഏറ്റെടുത്ത ഇന്ത്യൻ നാവികസേന 40,000 മെട്രിക് ടൺ LPG ഗ്യാസുമായി കഴിഞ്ഞ ദിവസം ഹോർമൂസ് കടലിൽ നിന്ന് പുറത്തുവന്ന ശിവാലിക് എന്ന ഇന്ത്യൻ കപ്പലിന് കാവൽ നിന്നത് ഇന്ത്യൻ നാവികസേനയാണ്. സുരക്ഷിതമായി ഈ ചരക്ക് കപ്പലിനെ ഇന്ത്യൻ തീരത്തെത്തിക്കുകയും ചെയ്തു. ഇന്ത്യയുടെ നാവികസേന കരുത്തിന്റെ അടയാളം കൂടിയാണ് ഈ സുരക്ഷയൊരുക്കൽ. മാർച്ച് 21-ന് ശിവാലിക് ഗുജറാത്ത് തീരത്ത് എത്തിച്ചേരുവാൻ പ്രതീക്ഷിക്കുന്നു. അമേരിക്ക, ഇസ്രായേൽ, ചൈന, തുർക്കി തുടങ്ങിയ ഏത് രാജ്യവും ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ മിസൈൽ അയക്കുകയും സാധ്യത കൽപ്പിക്കപ്പെടുന്നു. കാരണം ഇറാൻ, അമേരിക്ക, ഇസ്രായേൽ യുദ്ധ സാഹചര്യത്തിൽ എന്തും സംഭവിക്കുന്ന ആരെയും ആക്രമിക്കുന്ന സ്ഥിതിവിശേഷമാണ് നിലനിൽക്കുന്നത്. ലോകം നശിക്കുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ സാമ്പത്തിക വിദഗ്ധരുടെ മനസ്സിൽ. കാരണം ഇനിയും ഇറാനെതിരായ യുദ്ധം തീരുവാൻ 3 ആഴ്ചയോളം എടുക്കുമെന്നാണ് ഇസ്രയേലും അമേരിക്കയും ഞായറാഴ്ച പ്രസ്താവിച്ചത്. ഇതിനു മുൻപ് ലോകം അനുഭവിച്ച ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധി 1930കളിലെ ആഗോള സാമ്പത്തിക മാന്ദ്യമാണ്. ഇപ്പോൾ തന്നെ ലോകം ഇന്ധന പ്രതിസന്ധിയിൽ വീർപ്പുമുട്ടുന്നു. ചരക്ക് കടത്ത് പോലും കൃത്യമായി നടക്കാത്ത സാഹചര്യത്തിൽ ഇത് സ്ഫോടനാത്മകമായ സാമ്പത്തിക പ്രതിസന്ധിയിൽ കലാശിക്കും. വിലക്കയറ്റവും പണപ്പെരുപ്പവും ഇന്ധനക്ഷാമവും കൂടി ലോകത്തെ വലിയ ദുരന്തത്തിലേക്ക് എത്തിക്കും. അതിനു മുൻപേ ലോകത്തെ ഈ വിപത്തിൽ നിന്ന് കരകയറ്റാൻ ലോകശക്തികൾ തന്നെ മുന്നിട്ടിറങ്ങണം. മാത്രമല്ല ഇത് ഒരു 3ാം ലോക മഹായുദ്ധത്തിലേക്ക് വികസിക്കുമെന്ന ആശങ്കയുമുണ്ട്. കാരണം ഇറാനെ സഹായിക്കുന്ന റഷ്യയുടെയും ചൈനയുടെയും പങ്ക് കൂടുതൽ പുറത്തുവരികയാണ്. ഇത് ഭാവിയിൽ വലിയ ഏറ്റുമുട്ടലിലേക്ക് നയിക്കപ്പെടുമോ എന്ന ആശങ്കയും ഉണ്ട്. പശ്ചിമേഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷത്തിനിടയിൽ ഇറാനിയൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി ശനിയാഴ്ച ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് സുപ്രധാന പ്രസ്താവന ഇറക്കി. ശത്രുക്കളായ അമേരിക്കയുടെയും ഇസ്രയേലിലും ഒഴികെയുള്ള എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള കപ്പലുകൾക്ക് ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകാൻ അനുവദിക്കുമെന്ന് പറഞ്ഞു. ഇറാന്റെ എണ്ണ മൂല്യമുള്ള ബാഗ് ദ്വീപിലെ സൈനിക ലക്ഷ്യങ്ങളിൽ US ആക്രമണം നടത്തി ഒരു ദിവസത്തിനുള്ളിലാണ് മന്ത്രിയുടെ പ്രസ്താവന വന്നിരിക്കുന്നത്. നമ്മുടെ ശത്രുക്കളുടെ ടാങ്കറുകളും കപ്പലുകളും നമ്മളെയും അവരുടെ സഖ്യകക്ഷികളെയും ആക്രമിക്കുന്നവർക്ക് മാത്രമേ ഇത് അടച്ചിടൂ. മറ്റുള്ളവർക്ക് കടന്നുപോകാൻ സ്വാതന്ത്ര്യമുണ്ട്, അറാഗ്ചി പറഞ്ഞു. കൂടാതെ സുരക്ഷാ കാരണങ്ങളാൽ പല കപ്പലുകളും യാത്ര ചെയ്യാതിരിക്കുവാൻ താൽപര്യപ്പെടുന്നുവെന്നും അറാഗ്ചി ചൂണ്ടിക്കാട്ടി. എന്നാൽ ഇതിന് തങ്ങളുമായി ഒരു ബന്ധമില്ല എന്നും അദ്ദേഹം തറപ്പിച്ചു പറഞ്ഞു.